എനിക്ക് ഇങ്ങോട്ട് പോകാൻ എത്ര രൂപയെന്നറിയോ? 44 രൂപ ഒരു ബൈക്കിന് വന്ന്. ഇപ്പോൾ ഊബർ ബൈക്ക് എന്ന് പറഞ്ഞ സംഭവം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആണല്ലേ? പോകുമ്പോൾ തന്നെ ഇപ്പോൾ എടുത്തോണ്ടിരിക്കും. ഓ, ഇപ്പോൾ വണ്ടി കുറവാണ്. ആ വണ്ടി കുറവാണ്. ഞാനും ചുമ്മാ ഒന്ന് മറ്റേ ശ്രമിക്കാൻ വേണ്ടി ഞാനൊന്ന് യൂട്യൂബ് ബ്ലോഗറാണേ. അപ്പോൾ വീഡിയോയുടെ ഇതിൽ ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, കിട്ടുമില്ല ഇത്. വെള്ളം തീർന്നായി. പക്ഷേ ആ പ്രശ്നം നമ്മൾ അപ്പം തന്നെ അത് സോൾവ് ചെയ്തു കേട്ടോ. നോക്കി, നമ്മളപ്പം തന്നെ വേറെ വെള്ളം അറേഞ്ച് ചെയ്ത് അച്ഛനത് വെഞ്ചരിച്ച് മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഞാനും അതിൻ്റെ പുറകിൽ ഓരോരോ പണിക്കാൻ നിന്നുകൊണ്ടാണ് കൂടുതൽ കാണിക്കാൻ പറ്റാത്തത്. പക്ഷേ എന്നാലും അച്ഛൻ വന്നിട്ട് രണ്ടാമത്തെ ബാരൽ വെള്ളം കൊടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ 2 ഇതിൽ വെള്ളമായി വൃത്തിയായി. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ദുഃഖ ശനിയാഴ്ചയാണ്. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെയാണ്. മഴ പെയ്യുന്നുണ്ടോ നോട്ടെ. അപ്പോൾ ഈസ്റ്ററിൻ്റെ അന്ന് രാവിലേക്ക് നിങ്ങൾ വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അമ്പോ, മഴ പെയ്യുന്നുണ്ടല്ലോ. വെളുപ്പാങ്ങാനാണ്. അപ്പോൾ നമ്മളിന്ന് പള്ളിയിൽ പോവാണ്. ഈ ദുഃഖ ശനിയാഴ്ചകളിൽ പള്ളിയിൽ നമ്മളിങ്ങനെ വെഞ്ചരിച്ച് വെള്ളം കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ആ വെള്ളം നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് യേശു കഴിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോവാണ്. ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാമല്ലോ. പള്ളി നല്ല മഴയാണല്ലോ, പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല, അവിടെ ആ ഇതില്ലേ മറ്റേ കോൺഫറൻസ് ഹാളിൻ്റെ അവിടെ നിന്ന് തിളച്ചത്. ആ ഓക്കെ, ഇച്ചിരി താഴത്ത് എനിക്ക് വേണ്ട. ഇപ്പോൾ വണ്ടി വരുവേ, സമയം കുറവാണേ. അതറിയോ? വേണ്ട, ഞാൻ ബാഗൊന്നും കൊണ്ടുവന്നില്ല. പിന്നെ വെക്കാൻ സ്ഥലം കൊണ്ടൊന്നും എനിക്കല്ല. മറ്റേ കോൺഫറൻസ് ഹാളിൽ അവിടെ നിന്ന് കുഴപ്പമില്ല. ഇല്ലടോ, പഠിക്കണ്ട. ഞാൻ പള്ളിയിലെത്തി. പിന്നെ എന്നാ ഞാൻ കുട എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കുട എടുക്കാറുണ്ടെങ്കിൽ ഇപ്പോൾ ആ കുട ഞാൻ കൊണ്ടുവരില്ലായിരുന്നു. പള്ളിയിൽ കുർബാന നടക്കുക. ഈ കുർബാന കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ വെള്ളം കൊടുക്കണ്ടേ. 900 ബോട്ടിൽസ് ഉണ്ട് മൊത്തം. നമ്മൾ പുറകിൽ ആൾക്കാരുണ്ട്, പോയി നോക്കാം. ശനിയാഴ്ച പള്ളിയിലൊന്നും കഴിഞ്ഞിട്ടില്ല കണ്ടോ. ഇവിടുന്നാണോ വെള്ളം തുടങ്ങിയത്? ഓ, വെഞ്ചരിച്ചോടെ നമുക്ക് കൊടുത്ത് വെഞ്ചരിച്ച് കൂടെ കൊണ്ട് തരുമോ? ഇവിടെ വെച്ചിട്ടുണ്ട് വെള്ളം. ആ ആ ക്യാനിൽ വെച്ചേക്കുന്ന വെള്ളം കണ്ടോ? ഒന്നാലോചിക്കാൻ. അതിനി അച്ഛൻ വന്നിട്ട് വെഞ്ചരിക്കും. അത് ഈ വീട്ടിലേക്ക് നിറച്ചിട്ട് ഇവിടുന്ന് കുപ്പികളിലേക്ക് നിറച്ചെടുക്കും. അല്ലെങ്കിൽ കുപ്പികളിൽ നിറച്ചാൽ പിന്നെ പോകില്ല മൊത്തം. ഞാൻ എന്നിട്ടിങ്ങനെ ഈ വെള്ളം വെഞ്ചരിപ്പിനൊക്കെ വെച്ചു. ഇനി അതിലേക്ക് തന്നെ വേണം നടക്കണ്ടേ.
ചേട്ടാ ഇത് ബാക്കിയുണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിക്കും. അതെ, പകുതി കുപ്പിയാണോ മുഴുവൻ കുപ്പിയാണോ അറിയണ്ടേ? പകുതി കുപ്പിയാണോ മുഴുവൻ കുപ്പിയാണോ? ഞാനും പണിയിലായതുകൊണ്ട് ഇന്ന് എടുക്കാൻ പറ്റില്ല. ഇതേപോലെ ജാറുകളിൽ നിന്ന് കുപ്പികളിലേക്ക് നിറച്ച് ആ കുപ്പിയിലെ ക്യാപ്പിട്ടടുത്ത് ഇങ്ങനെ വെക്കും കേട്ടോ. സ്വർണ്ണ ഫുള്ളായില്ലല്ലോ. അവിടെ സ്വർണ്ണ ഫുള്ളായില്ലല്ലോ. 196 അല്ല, മറ്റേടുത്താലേ പണി വെള്ളം കഴിഞ്ഞോ? വെള്ളം കഴിഞ്ഞില്ലേ? വെള്ളം കഴിഞ്ഞില്ലേ? ഉണ്ടോ? ഇതേപോലെ ജാറുകളിൽ കുപ്പികളിലേക്ക് നിറച്ചിട്ട് പക്ഷേ ഇത് ഞാനും നിറച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്കതൊരു നിറയ്ക്കുന്നതിൻ്റെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് നിറച്ച് കുറച്ച് നേരം ഇവിടെ നിന്ന് ക്യാപ്പ് ഇട്ട് ഇതിലേക്ക് വെച്ചുകൊണ്ടിരുന്നു. ഇത് ഒരു ഇതങ്ങനെ നിറച്ചിട്ടുണ്ട്. നിറച്ചില്ല, ലാസ്റ്റ് കുറച്ച് സ്പേസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ബാരലും കൂടെ നമുക്ക് എടുക്കാനുണ്ട്. പക്ഷെ അത് കുർബാന ചെറുതിനെ സംബന്ധിച്ച് എടുക്കാൻ പറ്റും. ഇതെടുത്തിപ്പോൾ ഈ നിറച്ച പോലെ ഒന്നുകൂടെ നിറച്ചാൽ നമ്മുടെ വെള്ളം നിറ കഴിഞ്ഞു. പിന്നെ ആൾക്കാരൊരു അവർ പിടിച്ച് കൊടുത്താൽ മതി. രണ്ടാമത്തെ ബാരൽ വെള്ളം കൊടുത്തപ്പോഴത്തേക്കും അല്ല ഇങ്ങനെ 2 ഇതിൽ വെള്ളമായി വൃത്തിയായി. കുർബാന ഏകദേശം തീരാനായി. ഏകദേശം തീരണേ സമാധാനം. അതെന്ത് ചെയ്യാൻ പോവാ? മാറ്റി വെക്കാൻ പോവാ? ആൾക്കാർ ഇപ്പോൾ കൊടുത്ത കൊടുക്കാം. ഇനി ആൾക്കാർ ഒന്നും വാങ്ങാൻ തുടങ്ങി കേട്ടോ. റഷായി കേട്ടോ. ഇതാണ് ഈ ലൊക്കേഷനിലേക്ക് കുർബാനകൾക്ക് മുന്നിട്ട് പങ്കെടുക്കാറുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. അതായത് വെള്ളം നിറയും, ഇതിൻ്റെ പുറകിലുള്ളവരുടെ വെള്ളം വന്ന് വാങ്ങാറുണ്ടാവുമായിരിക്കും. മിക്കവാറും പള്ളികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ ഏതായാലും ഇങ്ങനെയാണ് ബിഹൈൻഡ് ദ സീൻ. എല്ലാവരും വരുന്നു, വെള്ളം മേടിച്ചുകൊണ്ട് പോകുന്നു. ചില ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ നിറച്ച് വെച്ച വെള്ളം തോന്നി. ഇനി വേറെ വെള്ളം എടുത്ത് വെഞ്ചരിച്ചിട്ടാണ് കൊടുക്കണമെങ്കിൽ. പുറത്തിരക്ക് പോയോ? വെയിറ്റ് ചെയ്തില്ല. വിചാരിച്ചതിന് ഞാനുണ്ടായിരുന്നു. വന്നിട്ട് ആരും പേടിക്കണ്ട, ഒന്നും പറ്റിയില്ല. പാവം ചെറുതായിട്ടും തെന്നിപ്പോയതാണ്. വെള്ളമുണ്ട് അവിടെ, തെന്നിപ്പോയത്. എന്ത് ചെയ്യാനാ? ഇഷ്ടമല്ല, ഒന്നും പറ്റിയില്ല. വെള്ളം തീർന്നുപോയി. പക്ഷെ ആ പ്രശ്നം നമ്മൾ അപ്പം തന്നെ അത് സോൾവ് ചെയ്തു കേട്ടോ. നോക്കി,
നമ്മളപ്പം തന്നെ വേറെ വെള്ളം അറേഞ്ച് ചെയ്ത് അച്ഛനത് വെഞ്ചരിച്ച് മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഞാനും അതിൻ്റെ പുറകിൽ ഓരോരോ പണിക്ക് നിന്നുകൊണ്ടാണ് കൂടുതൽ കാണിക്കാൻ പറ്റാത്തത്. പക്ഷേ എന്നാലും ആ പ്രശ്നം നമ്മൾ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്തു കേട്ടോ. അച്ഛന്മാർ നമ്മുടെ കൂടെ സഹകരിച്ചിരിക്കുന്നുണ്ട്. ഭയങ്കര എന്താണ്, വലിയച്ഛനായാലും കൊച്ചച്ഛനായാലും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. നമുക്കും എല്ലാത്തിനും കൂടാനും എല്ലാത്തിനും ചെയ്യാനും നമുക്കും ഭയങ്കര ഉത്സാഹമാണ്. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വിളിക്കാം. തിരിച്ചു വന്നാണ്. അപ്പോൾ ഞാനിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഊബർ ബൈക്ക് ഇപ്പോൾ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ ഇവിടുന്ന് വീട്ടിലേക്ക് ഞാനൊന്ന് ബുക്ക് ചെയ്ത് നോക്കി. ഇപ്പോൾ ഇല്ലെന്ന് അറിയണമല്ലോ, പിന്നെ എന്താണ് ഇതിൻ്റെ സെറ്റപ്പ് അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. വരുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 3 മിനിറ്റ്സിൽ പിക്കപ്പ് കാണിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഐ വിൽ ഷോ യു. ഓക്കെ, ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആവട്ടെ. അവരുടെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ടോ, അവരെങ്ങനെയാവും വരണമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാം. വണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് വണ്ടി. അപ്പോൾ എങ്ങനെ, വേറെ ഹെൽമെറ്റ് ഉണ്ടോ? അതെ, നമ്പർ പറയാം. വേറെ ഹെൽമെറ്റ് ഉണ്ട്. ആ, പോവാം. ഓക്കെ, ആണല്ലേ? പോകുമ്പോ തന്നെ പഠിച്ചോണ്ടിരിക്കും. ഓ, വണ്ടി കുറവാണ്. ആ വണ്ടി കുറവാ. ഞാനും ചുമ്മാ ഒന്ന് മറ്റേ ശ്രമിക്കാൻ വേണ്ടി വെച്ചു. ഞാനൊന്ന് യൂട്യൂബ് ബ്ലോഗറാണേ. അപ്പോൾ വീഡിയോയുടെ ഇതിൽ ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കിട്ടൂല്ല ഇത്. എന്തോ ആ, ഇത് ലാഭമാണ്, പിന്നെ പെട്ടെന്ന് എത്തുകയും ചെയ്യാം. ലേഡീസൊക്കെ നല്ലപോലെ ബുക്ക് ചെയ്യുന്നുണ്ട്. ആണല്ലേ? ആ ഹാ ഹാ. ഇന്നലൊക്കെ ലേഡീസ് ആയിരുന്നു കൂടുതൽ. അത് ശരി. ആ ഹാ ഹാ. കാരണം മിനിമം ചാർജ് എത്ര 9 രൂപയ്ക്ക് ഉള്ളൂ. ഇന്നലെ ഞാൻ ഓട്ടം പോയി 9 രൂപ. ആ, 9 രൂപയ്ക്കൊക്കെയോ? ഇന്നലെ 9 രൂപയ്ക്ക് ഓട്ടം. അമ്മോ. അത് തൊട്ടടുത്ത് തന്നെ ഓഫീസിൽ പോയതെന്നായിരുന്നു. ആ ഹാ. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം എനിക്ക് അയ്യോ, തൊട്ടടുത്തായിരുന്നു. ആ, ഇട്ട് കറക്കൂര്. അറിയാം. ഇപ്പൊ കൊച്ചി അറിയാമെങ്കിൽ ആ, സ്ഥലം നോക്കിയിട്ടുണ്ടല്ലോ. സ്ഥലത്താന്ന് പറയുമ്പോൾ നമുക്ക് ലൊക്കേഷൻ എടുത്താലും ആ, ചിലപ്പോൾ കളിച്ചോട്ടം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ആയതുകൊണ്ട്. ആ, ഇങ്ങനെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ലൊക്കേഷൻ കറക്റ്റാട്ടോ കാണിക്കുന്നത്. ആ, റൗണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. യൂബർ മിക്കവാറും കറക്റ്റ് ലൊക്കേഷൻ കാണിക്കാറില്ല. ചില സമയത്ത് നടക്കുന്നുള്ളൂ. എനിക്ക് ഇങ്ങോട്ട് വരാൻ എത്ര രൂപയെന്നറിയോ? 44 രൂപ ഒരു ബൈക്കിന് വന്ന്. ഇപ്പോൾ ഊബർ ബൈക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവം ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതിൽ അവർ ഹെൽമെറ്റൊക്കെ നമുക്ക് എക്സ്ട്രാ തരും. അപ്പോൾ അതാണെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് 76 രൂപ, കാറിന് 100 സംതിങ്, പക്ഷെ ബൈക്കിന് 44 രൂപ. ബൈക്കിന് പോകുന്നു. അതിപ്പോൾ കുറച്ചായി ഇറങ്ങിയിട്ട്. ഊബറിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. അപ്പോഴേ ഞാനിവിടെ ഇങ്ങനെ കിടന്നു എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഔട്ട്രോ എടുത്തില്ല എന്ന് ഓർത്തത്. അപ്പോൾ ഇവിടെ 2-3 ഗസ്റ്റ് വന്നിട്ടുണ്ട്. അവരുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നാളെ കാണിക്കാം. നാളെ ഞാൻ വേറൊരു കൂട്ടാനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് ബിസി. പള്ളിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അതിനോട് ഇതോടുകൂടി ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 10-16 മിനിറ്റിന് മുകളിലായിട്ടുണ്ടാവുമല്ലോ ഉണ്ട്. ഇനി എഡിറ്റ് ചെയ്തത് കട്ടൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കൊരു 10-13 മിനിറ്റ് കൂട്ടിക്കോ. എനിക്കറിയില്ല, ഇനി എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ അറിയുള്ളൂ. എന്തായാലും അതൊക്കെ വരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലെങ്ത്ത് കൂട്ടണ്ട എന്ന് വിചാരിച്ചത്. അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് വിടാം. നമുക്ക് നാളെ കാണാം. ബൈ.